തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. ഊന്നൻകല്ലിലാണ് സംഭവം. വെള്ളലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്ന് വയലിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, കുട്ടികളുടെ പരിക്ക് എങ്ങനെയുള്ളതാണ്? വീണ, നഗരൂരിലാണ് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത്. നഗരൂർ വെള്ളലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. റോഡിൽ നിന്ന് വയലിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ കുട്ടികൾ ഇപ്പോൾ ചികിത്സയിലാണ്. കിളിമാനൂർ കേശവപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇവരെ ചികിത്സയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ബസ്സിൽ 21 കുട്ടികളും ഒരായയും ഡ്രൈവറുമായിരുന്നു ഉണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. നഗരൂർ ഊന്നാങ്കലിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു ബസ് കല്ലിൽ തട്ടി മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും കുട്ടികൾ എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എല്ലാവരെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. സ്കൂൾ തുറന്ന് 2 ദിവസത്തിനകമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നിരവധി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ സ്കൂൾ ബസ്സുകളിൽ നിർബന്ധമായിരിക്കണം എന്നൊരു കർശന നിർദ്ദേശം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഇതിപ്പോൾ സ്കൂൾ കുട്ടികളെ വിളിക്കാനായി പോകുന്നതിനിടെ, രാവിലെ സ്കൂളിലേക്ക് വരാൻ കുട്ടികളെ വിളിക്കാനായി പോകുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് കുട്ടികളെ എല്ലാം രക്ഷപ്പെടുത്തുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആളുകൾ കൂടിയത് കാരണം കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. ഓക്കെ, ശരി. ശ്രീനന്ദ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യവുമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ സ്കൂൾ തുറന്ന് 2-ാം ദിവസം തന്നെ ഉണ്ടായ ഈ അപകടം ആശങ്ക കൂട്ടുകയാണ്. സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് ഒക്കെ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമല്ല. എന്ന് മാത്രമല്ല, ഡ്രൈവറോടും മറ്റും ചോദിച്ചതിന് ശേഷം എങ്ങനെ അപകടമുണ്ടായി എന്ന കാര്യം കൂടി വ്യക്തത വരേണ്ടതുണ്ട്.